എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. 2 മാസത്തിന്റെ മുകളിലായിട്ട് നമ്മൾ തൊപ്പിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്ക് ഇത് എന്താന്ന് വെച്ചാൽ ഇത് ലോങ് സ്റ്റോറിയാണ്. ആകെ ഒരു ദുരന്ത കഥയാണ്. ഈ ഗാങ് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ നടന്നതെന്നല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസം 1.5 ലക്ഷം റുപ്യ അതിനടുപ്പിച്ച് എനിക്ക് റവന്യൂ വരും. അപ്പൊ അങ്ങനെ 3-4 മാസത്തെ മൊത്തം റവന്യൂ കൂടി ഒരു 3-4 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. അത് ഞാൻ ചോദിച്ചില്ല, ഞാൻ വിചാരിച്ചു അവൻ തരുമായിരിക്കും. അവനോട് അങ്ങനെ നമ്മൾ കണക്ക് പറഞ്ഞ് ചോദിക്കണ്ടല്ലോ, അവൻ തരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നിന്നു. അപ്പോൾ സിസ്റ്ററുടെ മാരേജ് ഒക്കെ ഇങ്ങനെ ഇത് നടക്കുകയായിരുന്നു. മാരേജ് അല്ല, മാരേജിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ മാരേജാണ്. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശുമല്ലേ. ആ ഇതിൽ ഞാൻ ഇവനോട് ഞാൻ പൈസ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു റവന്യൂ തരാൻ പറ്റില്ല. ഇല്ല, ഞാൻ നിനക്ക് പൈസ തരില്ല. കാരണം അവനിതൊരു ബിസിനസ് ആയിട്ടാണ് നടത്തുന്നത്. നിങ്ങക്ക് വേറെ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ, ഇവിടെ ഇതൊക്കെയാണ് റൂള് എന്ന് എന്നോട് പറഞ്ഞു. ഇങ്ങനെ പിടിച്ചു പറിച്ചുണ്ടാക്കണത് മരുന്ന് കടയിൽ കൊണ്ട കൊടുത്താൽ കരട് കത്തിപ്പോവാനിയ. നിങ്ങൾ പുറമെ കാണുമ്പോൾ അവൻ ലൈവിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇവർക്കൊക്കെ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റവന്യൂ ഉണ്ട് എന്നാണ് അവൻ എല്ലാ ലൈവിലും പറയാറ്. നാട്ടുകാരുടെ കണ്ണി പൊടിയിടാൻ പറ്റും, പക്ഷെ എന്റെ കണ്ണി പൊടിയിടാനാണ് അവന് വിചാരമെങ്കിൽ അവന്റെ ഉണ്ടാകാൻ ഇളക്കും. നമുക്ക് ഇന്നേ വരെ 1 രൂപ കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ ഗൂഗിൾ പേയോ എന്താന്ന് തെളിവ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്. ഈ പാവത്തിന് 1.25 ലക്ഷം രൂപ പറ്റിച്ചല്ലേ? ആ പണം കൊണ്ട് നീ നന്നാവില്ല. എൻ്റെ യൂട്യൂബിന്റെ ഇൻകം ഏത് അക്കൗണ്ടിലേക്കാ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതിന്റെ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. ആ പണം കൊണ്ട് നീ എന്ത് വാങ്ങി കഴിച്ചാലും നിന്റെ ആർത്തി തീരില്ല. വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറില്ല. വിഷം മാത്രമേ നിനക്ക് അതുകൊണ്ട് വാങ്ങാൻ കഴിയൂ. ചത്താലും നീ പുഴുത്ത ചാവും, ഓർമ്മിച്ചോ. ഞാൻ ഇനിയും വരും, പേടിക്കും കേട്ടോ.